എല്ലാവർക്കും നമസ്കാരം. മിഥുനക്കുറുകാർക്ക് ഇത് വലിയൊരു ആശ്വാസം ലഭിക്കുന്ന മാസമാണ്. കാരണം കഴിഞ്ഞ കുറച്ച് നാളുകളായി 8ാം ഭാവത്തിലുണ്ടായിരുന്ന ഗ്രഹങ്ങൾ ഓരോന്നായി ഭാഗ്യസ്ഥാനത്തേക്ക് മാറുകയാണ്. മാസാവസാനത്തോടെ 5 ഗ്രഹങ്ങൾ 9ാം ഭാവത്തിൽ ഒന്നിച്ചുകൂടും. ഇതുമൂലം വിദേശയാത്രയ്ക്ക് വഴിയൊരുങ്ങുമോ, സ്ഥലം മാറ്റം ലഭിക്കുമോ, സാമ്പത്തിക നേട്ടമുണ്ടാകുമോ എന്നതിനെക്കുറിച്ചെല്ലാം നമുക്ക് വിശദമായി പരിശോധിക്കാം. കരിയറിൻ്റെ കാര്യത്തിൽ ഫെബ്രുവരി മാസം വലിയ മാറ്റങ്ങളുണ്ടാകും. ഫെബ്രുവരി 23 വരെ ചൊവ്വ 8ാം ഭാവത്തിൽ നിൽക്കുന്നതിനാൽ ജോലിസ്ഥലത്ത് സഹപ്രവർത്തകരുമായി തർക്കങ്ങൾ ഒഴിവാക്കണം. എന്നാൽ ഫെബ്രുവരി 23 മുതൽ ദോഷഫലങ്ങളെല്ലാം മാറി ആശ്വാസം ലഭിക്കും. ദൂരസ്ഥലത്തേക്ക് സ്ഥലം മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കും. വിദേശത്ത് ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ഈ മാസം പേപ്പർ വർക്കുകൾ വേഗത്തിൽ നടക്കും. പക്ഷേ കണ്ടകശനി ഉള്ളതുകൊണ്ട് ജോലിഭാരം അല്പം കൂടുതലായിരിക്കും. സാമ്പത്തികപരമായി നോക്കിയാൽ മാസത്തിൻ്റെ തുടക്കത്തിൽ അപ്രതീക്ഷിതമായ ചെലവുകളുണ്ടാകും. എന്നാൽ ഫെബ്രുവരി 6-ന് ശുക്രൻ 9ാം ഭാവത്തിലേക്ക് മാറുന്നതോടെ ഭാഗ്യാനുഭവങ്ങൾ വരും. യാത്രകൾക്കായി വലിയ തുക ചിലവാകുമെങ്കിലും അതുമൂലം നേട്ടങ്ങളും ഉണ്ടാകും. കുടുംബപരമായ കാര്യങ്ങളെക്കുറിച്ച് നോക്കുമ്പോൾ സൂര്യനും രാഹുവും ചൊവ്വയും ചേർന്ന് സഞ്ചരിക്കുന്നത് പിതാവിൻ്റെ ആരോഗ്യത്തിന് അത്ര നല്ലതല്ല. ജന്മവ്യാഴം വക്രഗതിയിലായതുകൊണ്ട് ദാമ്പത്യ ജീവിതത്തിൽ ചെറിയ ഈഗോ പ്രശ്നങ്ങളുണ്ടാകും. ഫെബ്രുവരി 6-ന് ശേഷം ശുക്രൻ 9ലേക്ക് വരുന്നത് പ്രണയം, വിവാഹം എന്നീ കാര്യങ്ങൾക്ക് നല്ലതാണ്. ഫെബ്രുവരി 23 വരെ ചൊവ്വ അഷ്ടമരാശിയിൽ നിൽക്കുന്നതിനാൽ വാഹനം ഓടിക്കുമ്പോൾ അതീവ ശ്രദ്ധ വേണം. ചെറിയ മുറിവുകൾ, വീഴ്ചകൾ എന്നിവയ്ക്ക് സാധ്യതയുള്ള സമയമാണിത്. മാസാവസാനം ഇതുപോലെയുള്ള ദോഷഫലങ്ങളെല്ലാം മാറി മനസ്സിന് ഉന്മേഷം ലഭിക്കും. ഇനി നക്ഷത്രഫലങ്ങളെ നോക്കാം. മകയിരം നാളുകാർ ഫെബ്രുവരി 23 വരെ ദേഷ്യം നിയന്ത്രിക്കണം. ഭൂമി സംബന്ധമായ ഇടപാടുകളിൽ തടസ്സങ്ങളും ഉണ്ടാകും. 9-ൽ രാഹു നിൽക്കുന്നതിനാൽ വിദേശയാത്രയ്ക്ക് ഏറ്റവും അനുകൂലമായ സമയം തിരുവാതിര നാളുകാർക്കാണ്. പുണർതം നാളുകാർക്ക് മക്കളിലൂടെ സന്തോഷം ലഭിക്കും. അഷ്ടമ ചൊവ്വയുടെ ദോഷം മാറാൻ ചൊവ്വാഴ്ചകളിൽ സുബ്രഹ്മണ്യ ക്ഷേത്ര ദർശനം നടത്തുന്നത് ഗുണം ചെയ്യും. മൊത്തത്തിൽ നോക്കുമ്പോൾ 2026 ഫെബ്രുവരി മാസം മിഥുനക്കുറുകാർക്ക് അഷ്ടമത്തിലെ ഇരുളിൽ നിന്ന് ഭാഗ്യത്തിലേക്ക് മാറുന്ന മാസമാണ്. ഫെബ്രുവരി 23 മുതൽ വിദേശയാത്രയും ഭാഗ്യാനുഭവങ്ങളും നിങ്ങളെ തേടി വരുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. അടുത്ത വീഡിയോ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.